നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നിങ്ങൾക്കറിയാമോ, എൻ്റെ ഈ ക്ലിനിക്കൽ പ്രാക്ടീസിലുണ്ടാകുന്ന മറ്റൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു രോഗലക്ഷണമാണ് നടുവിൻ്റെ വേദനയും പിന്നെ കാലിൻ്റെ വേദനയും. അപ്പോൾ അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണമാണ് നമ്മുടെ ഈ മെക്കാനിക്കലായിട്ടുള്ള കാരണങ്ങൾ. മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നട്ടലിൻ്റെ സൈഡിലുള്ള മസിലുകളുടെയൊക്കെ സ്ട്രെയിൻ കാരണം കൊണ്ട് ബാക്ക് പെയിൻ വരാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ പോസ്ചർ. അതായത് കറക്റ്റായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ആളുകളിലൊക്കെ കറക്റ്റായിട്ട് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ പ്രലോങ് ആയിട്ട് കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലോ, അല്ലെങ്കിൽ ഭാരമെടുക്കുന്ന ആളുകളാണെങ്കിൽ കറക്റ്റായുള്ള രീതിയിലല്ല ഭാരം എടുക്കുന്നതെങ്കിൽ വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാരണമാണ് ന്യൂറോളജിക്കൽ കാരണങ്ങൾ. അതായത് നമ്മുടെ നട്ടലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞരമ്പുകൾ ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആ ഞരമ്പുകൾ നട്ടലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഭാഗത്ത്, അതായത് ഡിസ്ക് ഒക്കെ ഉള്ള ഭാഗത്ത്, അല്ലെങ്കിൽ എല്ലിൻ്റെ സൈഡിലൂടെ ഒക്കെ പോകുമ്പോൾ ഞെരുക്കം വരാൻ സാധ്യതയുണ്ട്. അത് പിന്നെ താഴേക്ക് ഇറങ്ങുമ്പോഴും പല ഭാഗങ്ങളിലും ഞെരുക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ഒരു ന്യൂറോജനിക് ആയിട്ടുള്ള വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നത്തെ ഒരു കാരണമാണ് സിസ്റ്റമിക് കാരണം. അതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ ഡിസ്ക്, പിന്നെ തേയ്മാനം, സ്പോണ്ടൈലോസിസ് തുടങ്ങിയവ. പിന്നെയുള്ളതാണ് മൂന്നാമത്തെ കാരണമാണ് സിസ്റ്റമിക് ആയിട്ടുള്ള കാരണങ്ങൾ. അതായത് ക്യാൻസർ, വാദം, ആങ്കൈലോസിങ് സ്പോണ്ടിലൈറ്റിസ് തുടങ്ങിയ സംഭവങ്ങൾ. ഇനി എപ്പോഴാണ് ഈ ഒരു രോഗലക്ഷണങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്? അതിൻ്റെ കൂടെ മരവിപ്പുണ്ടാവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ബലക്കുറവുണ്ടാവുകയാണെങ്കിലോ, അല്ലെങ്കിൽ മൂത്രം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലോ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഓക്കെ, നന്ദി.